നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരടി പിന്നോട്ട് വെച്ചാൽ വീഴും. അതാണിപ്പോൾ പിണറായി വിജയൻ്റെ അവസ്ഥ. എന്നിട്ടും ഏഞ്ഞുകുത്തി എങ്ങനെയെങ്കിലുമൊക്കെ അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പോകാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പിണറായി വിജയൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഒരു സ്റ്റീൽ ബെഞ്ചിൽ പിണറായി കുത്തിയിരിക്കുന്നു. സൈഡിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷുണ്ട്. രാഗേഷിൻ്റെ ഇരിപ്പ് കണ്ടാൽ എന്തൊരു നിസ്സഹായ അവസ്ഥ. രാഗേഷിൻ്റെ പിന്നിൽ നിന്നൊരു യുവാവ് പിണറായി വിജയനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ ചിരിയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. പണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കാട്ടിത്തരാമായിരുന്നട എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്ന കമൻറ്റുകൾ. ആ യുവാവിൻ്റെ ചിരി പിണറായി വിജയനെ പരിഹസിക്കുന്നതാണോ അതോ പിണറായി വിജയനെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് ചിരിക്കുന്നതാണോ? ഇത്തരം പല സംശയങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നത് ഭവാൻ എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ ഒരു ഇരിപ്പേ. സ്റ്റീൽ ബെഞ്ചിൽ പിണറായി വിജയൻ അങ്ങ് കുത്തിയിരിക്കുമ്പോൾ തൊട്ട് അടുത്ത് തന്നെ ഭാര്യ കമലയുണ്ട്. കമലയ്ക്ക് സീറ്റ് പോലും കിട്ടിയില്ല. ആരോടോ തൻ്റെ വിഷമങ്ങളൊക്കെ കമല പങ്കുവയ്ക്കുന്നു. പിണറായി വിജയൻ്റെ പിന്നിൽ 2-3 പോലീസുകാരുണ്ട്. പഴയ മാതിരി ബഹുമാനമൊന്നും അവരുടെ ബോഡി ലാംഗ്വേജിലില്ല. വളരെ അലസരായി നിൽക്കുന്ന 2-3 പോലീസുകാർ. പണ്ടായിരുന്നെങ്കിൽ ഞാൻ കാട്ടിത്തരാമായിരുന്നു എന്നതാണിപ്പോൾ പിണറായി വിജയൻ്റെ ഭാവം. ആകെ ഒരു നിസ്സഹായ അവസ്ഥ. ചുരുക്കത്തിൽ ആളില്ല, ആരവങ്ങളില്ല. പിണറായി വിജയൻ തികച്ചും ഒറ്റപ്പെട്ടു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച മാത്രമല്ലിത്. ഇന്ന് നിയമസഭയിലെത്തിയ പിണറായി വിജയനും സമാനമായ അനുഭവമായിരുന്നു മുന്നിൽ കാത്തിരുന്നത്. പ്രതിപക്ഷ നേതാവിന് അനുവദിച്ച മുറിയുണ്ട്. ആ മുറിയിൽ പിണറായി വിജയൻ കയറി അങ്ങിരുന്നു. അത്യാവശ്യം 1-2 സ്റ്റാഫ് മാത്രം. അധികം MLA-മാരൊന്നുമില്ലല്ലോ LDFന്. ഇപ്പോൾ ഉള്ള MLA-മാർ പോലും പിണറായി വിജയൻ അരികിലേക്ക് ചെന്നില്ല. ഇന്നലകളിൽ ആരായിരുന്നു പിണറായി വിജയൻ? എന്തൊരഹങ്കാരം! പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ സുരക്ഷാ ഭീഷണി! എത്ര പോലീസുകാരുടെ സുരക്ഷയിലായിരുന്നു പിണറായി വിജയൻ നടന്നു നീങ്ങിയിരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ സുരക്ഷയ്ക്കെത്തും. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നത് ദൈവം വലിയവനാണ്, പാവം പാർട്ടി പ്രവർത്തകരുടെ ശാപമാണ് പിണറായിക്കുമേൽ പെയ്തിറങ്ങുന്നത്. പണ്ടൊക്കെ പിണറായി വിജയനും ഭാര്യ കമലയും റെയിൽവേ സ്റ്റേഷനിലേക്കോ വിമാനത്താവളത്തിലേക്കോ നടന്നു വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തി എല്ലാ ബാഗും സംവിധാനങ്ങളുമൊക്കെ കയ്യിൽ വാങ്ങി പിടിക്കും. പിന്നെ വളരെ ഭവ്യമായി അദ്ദേഹത്തെ ആനയിക്കും. അതൊക്കെ പഴങ്കഥ. അമേരിക്കയിൽ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ഒരിക്കൽ പിണറായി വിജയനെ ഒരു ഇരുമ്പ് കസേരയിൽ അന്ന് സംഘാടകർ ഇരുത്തി. അതിൻ്റെ പേരിൽ എന്തൊക്കെ ട്രോളുകളാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. അന്ന് സഖാക്കൾ തന്നെ ആ സംഘാടകരെ മുച്ചൂട് ശപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പിണറായി വിജയനെ ഇരുത്തണമെങ്കിൽ നല്ല ഒന്നാന്തര കുഷനുള്ള വലിയ സോഫയൊക്കെ വേണം. ഇത്തരമൊരു സോഫ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാൻ കഴിവില്ലാത്തവരൊന്നുമല്ല പാർട്ടി പ്രവർത്തകർ. എന്നാൽ പഴയ ആവേശമൊന്നും പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോൾ ഇല്ല. പിണറായി വിജയൻ നടത്തു നീങ്ങുമ്പോൾ ഏതോ ഒരു വിചിത്ര ജീവിയെ കാണുന്നത് പോലെ ആളുകൾ എത്തി നോക്കും. എന്നിട്ട് അവരങ്ങ് പമ്പ കിടക്കും. ക്ലിഫ് ഹൗസിൽ പിണറായി വിജയൻ കഴിഞ്ഞിരുന്ന കാലഘട്ടമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് പിണറായി വിജയന് വേണ്ടി ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുവരുന്ന കറങ്ങുന്ന കസേരയും 1-ാം നിലയിലേക്ക് കയറാനുള്ള ലിഫ്റ്റുമൊക്കെ വലിയ വാർത്തയായിരുന്നു. പാർട്ടിയെ ഞെട്ടിച്ച് കേരളം ഭരിച്ച വില്ലാളി വീരൻ. അതൊക്കെ പഴങ്കഥ. ഇപ്പോൾ പിണറായി വിജയൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ പോലും സ്റ്റീൽ ബെഞ്ചിൽ ചുരുണ്ടുകൂടിയിരിക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി. പിണറായി 3.0 എന്നൊക്കെ എഴുതി എന്തൊരു അഹങ്കാരമായിരുന്നു LDFന്. ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് തിരുമ്പി വരും എന്നൊക്കെയായിരുന്നു അത് സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ തട്ടിവിട്ടത്. ഒടുവിൽ സഖാക്കൾ തന്നെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു. ശരിക്കും കേരള ജനത കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പിണറായി വിജയൻ്റെ ഇരിപ്പും അദ്ദേഹത്തിൻ്റെ നടത്തവുമൊക്കെ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴും സമാനമായ സാഹചര്യം. എന്തൊരു മാറ്റമാണ് ഈ മനുഷ്യന് എന്ന് പറയുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ. മാറാതെ എന്ത് ചെയ്യാൻ? അധികാരമൊന്നുമില്ലല്ലോ. അതുകൊണ്ടിപ്പോൾ പോലീസിനോട് കൽപ്പിക്കാൻ വയ്യ. പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ എന്തെങ്കിലും ഉത്തരവിട്ടാൽ അവരെ വിരട്ടാൻ നോക്കിയാൽ അവർ അത്ര വിരളില്ല. കാരണം പോലീസ് സംവിധാനമൊന്നും പിണറായിയുടെ കൈവശം ഇപ്പോഴില്ല. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാനുള്ള അവകാശമേ നമുക്കുള്ളൂ. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വം. ദുർഭരണം അവസാനിച്ചു, ദുർഭൂതം ഒഴിഞ്ഞുപോയി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തട്ടിവിടുന്നുണ്ട്. ഏറെക്കുറെ സുന്ദരമാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ.
പിണറായി വിജയൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തോന്നുന്നത് ഒരുപക്ഷെ പിണറായി വിജയന് മാത്രമായിരിക്കാം. അതാണ് ഇന്നലകളിൽ പിണറായിയെ ഇത്ര വലിയ പടുകുഴിയിലകപ്പെടുത്തിയത്. കടക്കുപുറത്ത് ചെറ്റത്തര തുടങ്ങിയ എത്രയെത്ര വാക്കുകൾ. ഒരു ഭരണാധികാരിയുടെ നാവിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വമിക്കാൻ പാടില്ലാത്ത ദുർഗന്ധമാണ് കേരളം കേട്ടത്. എല്ലാറ്റിനും ഒടുവിൽ വീട്ടിൽ ചെന്ന് പറ എന്നുള്ള അഹങ്കാര വർത്തമാനവും. അതിനെല്ലാം ചേർത്ത് പാർട്ടിക്കാർ തന്നെ മറുപടി കൊടുത്തു. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ പിണറായി വിജയനെ തന്നെയാണ് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിരിക്കുന്നത്. നിരങ്ങിയാണ് ഒടുവിൽ പോളിറ്റ് ബ്യൂറോ അതിന് അംഗീകാരം കൊടുത്തത്. 17-ൽ 10 പേർ പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കാൻ അംഗീകാരം കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകൾ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള അഭിഭാഷക ബ്രാഞ്ച് അംഗവും തോമസ് ഐസക്കിൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ ഗോപകുമാർ മുകുന്ദൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ ഓഫീസിൽ നിർണായക ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് ഗോപകുമാർ. മുയ്യാരത്ത് ശങ്കരൻ അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കാനെത്തിയ പിണറായി വിജയൻ വേദിയിലെ ഇടുങ്ങിയ പോഡിയത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം. ഇന്ന് സഖാവ് പിണറായി വിജയൻ ഏതോ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വരുന്ന വിഷ്വൽസ് കണ്ടു. ഇടുങ്ങിയ പോഡിയത്തിൻ്റെ പ്രയാസം പറയുകയാണ് പിണറായി. വാസ്തവമാണ്, അടി പിന്നോട്ട് വെച്ചാൽ വീഴും. ഈ സ്ഥിതി ഒഴിവാക്കി സഖാവ് പിണറായി വിജയൻ വിശ്രമിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ കാലശേഷവും ഇടതുപക്ഷം വേണമല്ലോ. വിശ്രമിക്കൂ പ്രിയ സഖാവേ. കഴിഞ്ഞ 5 വർഷവും വാഴ്ത്തുപാട്ടുകൾ മാത്രമാണ് പിണറായിയും സംഘവും കേട്ടത്. എന്നാൽ ഇപ്പോൾ സഖാക്കൾ പച്ചയ്ക്ക് പറയുന്നു, പോയി വിശ്രമിക്ക സഖാവേ, നമുക്ക് ശേഷവും ഈ പാർട്ടി വേണമല്ലോ. പിണറായി വിജയന് ഒന്ന് നേരെ പോലും നിൽക്കാനുള്ള സൗകര്യമില്ല പോഡിയത്തിൽ. പിണറായിയുടെ പ്രസംഗം തുടങ്ങിയതിങ്ങനെ: ബഹുമാന്യരെ സഹോദരന്മാരെ, ഇവിടെ നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതൊരു കൂട് പോലെയാണ്. ഇതിൻ്റെ അടിയിലെ സ്റ്റെപ്പ് വളരെ നേരിയതാണ്. ഒരു കാൽ പിന്നോട്ട് വെച്ചാൽ ആൾ വീഴും. ആ മട്ടിലാണ്. അപ്പോൾ നമ്മളെ ഒരു രീതിക്ക് അത് പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും വളരെ വിശദമായി സംസാരിക്കേണ്ട പ്രശ്നമില്ലാത്തതുകൊണ്ട് മറ്റ് വിഷമമില്ല. അതായത് ഇനിയെങ്കിലും പരിപാടി നടത്തുമ്പോൾ ഈ കൂട്ടിലേക്ക് ആളെ കയറ്റി നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഹാളിൽ മറ്റു സൗകര്യങ്ങളുണ്ടാവുമല്ലോ. പിണറായി വിജയൻ്റെ ഒരു അവസ്ഥയെ ആരും തിരിഞ്ഞു നോക്കാനില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ പ്രോഗ്രാമിലേക്കൊക്കെ വിളിച്ചു വരുത്തി അപമാനിക്കണോ എന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ പിണറായി സംഘാടകരെ പോലും വെറുതെ വിടില്ല. പോലീസിനെ കൊണ്ട് അവരെയൊക്കെ തൂക്കിയെടുത്ത് സ്റ്റേഷനിലിടും. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ആരെങ്കിലും തന്നെ നോക്കി പരിഹസിച്ചാൽ അവരെയും സെക്കൻഡുകൾക്കുള്ളിൽ തൂക്കിയെടുക്കും. കേരളത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഏറെക്കുറെ കഴിഞ്ഞു. തിരുവനന്തപുരം അടക്കം എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും പിണറായി വിജയനെ എടുത്തൊടുത്തു. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പിടിച്ചു മാറ്റണമെന്നാണ് ജില്ലാ കമ്മിറ്റികൾ ഒന്നാകെ അഭിപ്രായപ്പെടുന്നത്. എന്നിട്ട് പിണറായി വിജയൻ പാർട്ടിക്ക് വേണ്ടി ആ ത്യാഗം സഹിക്കുന്നു. ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരുന്നു. എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഓരോ ദിവസവും പിണറായി അനുഭവിക്കേണ്ടി വരുന്നത്. കഷ്ടം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.